Hello dear students, welcome back to the world of computer programming. We are in the 5th session of chapter 3 of Computer Applications Commerce and chapter 4 of Computer Science, Principles of Programming and Problem Solving. കഴിഞ്ഞ ക്ലാസ്സിൽ സെലക്ഷൻ സ്ട്രക്ചർ പരിചയപ്പെട്ടു. ഡിസിഷൻ മേക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് കൊടുക്കുക, എന്താണ് ആ സമയത്ത് കമ്പ്യൂട്ടറിൽ നടക്കുക എന്നുള്ളത് ഒരു ഫ്ലോ ചാർട്ടിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടായിരുന്നു. അത്തരം ഇൻസ്ട്രക്ഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഡിസിഷൻ മേക്കിംഗ്, രണ്ട് രീതിയിലാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തേത് സെലക്ഷൻ ഓഫ് സം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി നമ്മൾ നൽകുന്ന കുറേയേറെ ഇൻസ്ട്രക്ഷൻസിൽ ചിലതിനെ സെലക്ട് ചെയ്യുന്നു, മറ്റു ചിലതിനെ വിട്ടുകളയുന്നു. നോർമലി ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ദോസ് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി എക്സിക്യൂട്ടഡ് വൺ ബൈ വൺ എന്നുള്ള നിലയിൽ ഒരു സീക്വൻഷ്യൽ ഫ്ലോയിലാണ് എക്സിക്യൂഷൻ നടക്കുക എന്ന് പറഞ്ഞു. ബട്ട് ദർ ആർ സിറ്റുവേഷൻസ് വെയർ കമ്പ്യൂട്ടർ ഹാസ് ടു ടേക്ക് സം ഡിസിഷൻസ്. എന്ത് ഡിസിഷൻ? ചില സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഞാൻ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള തീരുമാനം. അത്തരത്തിലൊരു പ്രോബ്ലം നമുക്ക് പരിചയപ്പെടാം. ലെറ്റ്സ് ഡെവലപ്പ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ ലാർജർ നമ്പർ ബിറ്റ്വീൻ ദ ടു. രണ്ട് നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നു, കമ്പ്യൂട്ടർ അതിലേതാണ് വലുത് എന്ന് പറയണം. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, പ്രോബ്ലം സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇൻപുട്ട് ഉണ്ടല്ലോ അല്ലേ, രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം. നമ്പേഴ്സ് അതെന്ന് അറിയില്ല. സോ സ്വാഭാവികമായിട്ടും ഏത് ഇൻസ്ട്രക്ഷൻ വേണ്ടി വരും? യെസ്, ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ലെറ്റ്സ് സ്റ്റാർട്ട് റൈറ്റിംഗ് അൽഗോരിതം. എഴുതി തുടങ്ങിക്കോളൂ നിങ്ങൾ. സ്റ്റെപ്പ് 1, സ്റ്റാർട്ട്. ആസ് യൂഷ്വൽ വി നോ ദാറ്റ് any algorithm should begin with the instruction start. അടുത്തെന്തായിരിക്കണം വേണ്ടത്? ഇൻപുട്ടല്ലേ. അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, നോർമലി ആൻ അൽഗോരിതം ബിഗിൻസ് വിത്ത് ആൻ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ. ഇവിടെ ഇൻപുട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. രണ്ട് നമ്പേഴ്സ് കമ്പ്യൂട്ടറിന് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് വിൽ ബി ഇൻപുട്ട് എ ബി. എന്തുകൊണ്ടാണ് രണ്ട് വേരിയബിൾസ് ഉപയോഗിച്ചത്? ബിക്കോസ് വി നീഡ് 2 നമ്പേഴ്സ് അല്ലേ. ഓക്കെ, എ ബി. ഈ രണ്ട് നമ്പേഴ്സിൽ ഏതോ ഒന്ന് വലുതാണ്. നമുക്കിപ്പോൾ അറിയില്ലല്ലോ. രണ്ട് നമ്പേഴ്സ് പിന്നീട് എപ്പോഴോ യൂസർ കൊടുക്കും. അത് എയിലും ബിയിലുമുണ്ട്. ഇതിലേതോ ഒന്ന് വലുതാണ്. ഏതാണെന്ന് നമുക്കറിയില്ല. എയിലുള്ള നമ്പർ ഒരു പക്ഷേ വലുതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എയിലുള്ള നമ്പർ പ്രിൻറ്റ് ചെയ്യണ്ടേ? ഇതാ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടേ? പ്രിൻറ്റ് എ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഈ അൽഗോരിതത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല. ബിക്കോസ് എയിലാണ് ലാർജർ നമ്പർ ഇരിക്കുന്നതെങ്കിൽ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് ബൈ ദി കമ്പ്യൂട്ടർ. പക്ഷേ ഉറപ്പില്ല, ഒരുപക്ഷെ ബിയിലായിരിക്കും ലാർജർ നമ്പർ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും വേണമല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ പ്രിൻറ്റ് ബി എന്നൊരു ഇൻസ്ട്രക്ഷനും കൊടുക്കേണ്ടി വരും ഈ അൽഗോരിതത്തിൽ. ഇത് രണ്ടും കൂടി കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുണ്ടോ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ നടത്തണം. പ്രിൻറ്റ് എ എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണോ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ല പ്രിൻറ്റ് ബി എന്ന ഇൻസ്ട്രക്ഷനാണോ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഈ ഡിസിഷൻ എടുക്കണം കമ്പ്യൂട്ടർ. കണ്ടീഷൻ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. എപ്പോഴായിരിക്കണം പ്രിൻറ്റ് എ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. യെസ്, എ ബിയേക്കാൾ വലുതാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഫ്രെയിം ചെയ്യാൻ പോകുന്നു. കമ്പ്യൂട്ടറിന് കണ്ടീഷൻ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് ഏത് ഓപ്പറേഷൻ്റെ സഹായത്തോടു കൂടിയാണ്? ലോജിക്കൽ ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഓപ്പറേഷൻ ആണല്ലോ ലോജിക്കൽ ഓപ്പറേഷൻ. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വെച്ചിട്ട് കുറേയേറെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ നമ്മൾ കൈകാര്യം ചെയ്യാതിരുന്നത് ലോജിക്കൽ ഓപ്പറേഷനാണ്. എന്താ ലോജിക്കൽ ഓപ്പറേഷൻ? കഴിഞ്ഞ ദിവസം കണ്ടു. അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓഫ് 2 ക്വാണ്ടിറ്റീസ്. രണ്ട് ക്വാണ്ടിറ്റീസിൽ വലുതേത് ചെറുതേത്, രണ്ടും തുല്യമാണോ തുല്യമല്ലേ, ഇങ്ങനെയൊക്കെയുള്ളതാണല്ലോ കമ്പാരിസൺ എന്ന് പറയുന്നത്. ലോജിക്കൽ ഓപ്പറേഷൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസണാണ് നടക്കേണ്ടത്. എന്ത് കമ്പാരിസൺ? നിങ്ങൾ പറയുന്നുണ്ട് എ ഗ്രേറ്റർ ദാൻ ബി. ഈ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ എയിലും അല്ലേ എക്സിക്യൂട്ട് ചെയ്യുന്നത്? എ ഗ്രേറ്റർ ദാൻ ബി എന്ന എക്സ്പ്രഷൻ. ഇതിനെ എക്സ്പ്രഷൻ എന്ന് പറയാൻ കാര്യം എന്താ? ബിക്കോസ് ഇറ്റ് റിട്ടേൺസ് എ വാല്യൂ. അവിടെ നിന്നൊരു വാല്യൂ കിട്ടും അല്ലേ. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ട്രൂ എന്നൊരു ആൻസർ ഉണ്ടാവും. എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ
ഫാൾസ് എന്നൊരു ആൻസർ ഉണ്ടാവും. വെറുതെ നിങ്ങൾ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കൂ. ഈ പ്രിൻ്റ് എ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലാണ്? ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞേ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതങ്ങ് പറഞ്ഞാൽ മതി. ഇതേ നോക്കിക്കോളൂ, ആ പ്രിൻ്റ് എക്ക് മുമ്പായിട്ട് നമ്മൾ അത്തരത്തിലൊരു കണ്ടീഷൻ ഫ്രെയിം ചെയ്യുന്നു. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ പ്രിൻ്റ് എ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിൻ്റ് എ എന്ന ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലാണ്, ഏത് കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണെന്ന് പറഞ്ഞു. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ശരിയാണ്. ബി പ്രിൻ്റ് ചെയ്യേണ്ടതോ? ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ, അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ഫോൾസ് ആണെന്ന് വിചാരിക്കുക. എൻ്റെ അർത്ഥം എന്തുവാ? എ ബി യേക്കാൾ വലുതല്ല. പിന്നെ എന്താ പോസിബിലിറ്റി? ബി എയേക്കാൾ വലുതായിരിക്കാം. പിന്നെ ഒരു പോസിബിലിറ്റി ഉണ്ട്, രണ്ടും തുല്യമായിരിക്കാം. എന്തായാലും എ ബി യേക്കാൾ വലുതല്ലെങ്കിൽ ബി പ്രിൻ്റ് ചെയ്തോട്ടെ. അപ്പോൾ ചോദിക്കാം, സാറേ രണ്ടും ഒരേപോലത്തെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്തുത്തരമായിരിക്കും വരിക? രണ്ടും ഒരേപോലത്തെ നമ്പർ കൊടുക്കാൻ പാടില്ല. ചോദ്യം എന്താ? രണ്ട് നമ്പറിൽ ഏതാണ് വലുത്? അപ്പോൾ രണ്ട് വ്യത്യസ്തങ്ങളായ നമ്പർ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി 5ഉം 5ഉം കൊടുത്തു, വലുത് എന്ന് ചോദിച്ചാൽ 5 എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? ആ ഉത്തരം ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്താൽ കമ്പ്യൂട്ടർ പറയും. നമുക്ക് നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ, ഇഫ് ദാറ്റ് കണ്ടീഷൻ ഈസ് ഫാൾസ് എന്നുള്ളതിന് ഇഫിൻ്റെ തുടർച്ചയായി നമുക്ക് എൽസ് എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ പ്രിൻ്റ് എ, അതർവൈസ്, ഓർ എൽസ് എന്നൊക്കെയല്ലേ ഇംഗ്ലീഷിൻ്റെ പ്രയോഗം വരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് എൽസ് എന്നങ്ങ് പറയാം. എൽസ് എന്ത് സംഭവിക്കണം? പ്രിൻ്റ് ബി. കഴിഞ്ഞു. ഒരു ഡിസിഷൻ മേക്കിംഗ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ആ സ്റ്റെപ്പ് നമ്പർ കൂടി ഒന്ന് കൊടുത്തു നോക്കൂ. സ്റ്റെപ്പ് 3യിലാണ് ആ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 4ൽ പ്രിൻ്റ് എ, സ്റ്റെപ്പ് 5ൽ എൽസ് എന്ന ഭാഗം വരുന്നുണ്ട്, സ്റ്റെപ്പ് 6ൽ പ്രിൻ്റ് ബി. കഴിഞ്ഞില്ലേ പ്രോഗ്രാം? ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന പോർഷൻ അതിവിടെ അവസാനിക്കുകയാണ് എന്നൊരു സൂചന കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് എൻഡ് ഓഫ് ഇഫ് എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 3യിൽ ഇഫ് ഉപയോഗിച്ച് ഒരു ഡിസിഷൻ മേക്കിംഗ് പോർഷൻ നമ്മൾ ആരംഭിക്കുന്നു. അത് അവസാനിക്കുന്നത് സ്റ്റെപ്പ് 7ൽ എൻഡ് ഓഫ് ഇഫിലൂടെയാണ്. ഇതിനുള്ളിൽ 3ക്കും 7നും ഉള്ളിലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യപ്പെടുന്നതും അത് ട്രൂ ആണെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നതും ഫോൾസ് ആണെങ്കിൽ മറ്റൊരു ആക്ഷനിലേക്ക് പോകുന്നതും. ആൻഡ് ആസ് എ സ്റ്റെപ്പ് 8 വി വിൽ ഗിവ് ദ ഇൻസ്ട്രക്ഷൻ സ്റ്റോപ്പ്. എഴുതി കഴിഞ്ഞു, നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ആദ്യത്തെ അൽഗോരിതം, ഡിസിഷൻ മേക്കിംഗ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യത്തെ അൽഗോരിതം. ഫ്ലോ ചാർട്ട് വരച്ച് നോക്കാം. സ്റ്റാർട്ട് നമുക്കറിയാം, ടെർമിനൽ സിമ്പൽ അല്ലേ, എലിപ്സിൻ്റെ ആ സിമ്പിൾ കൊടുത്തു. അതിനുശേഷം ഇൻപുട്ട് എ ബി പാരലോഗ്രാം ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് സിമ്പിൾ നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം എന്താ ചെയ്യേണ്ടേ? സ്റ്റെപ്പ് 3യെ സൂചിപ്പിക്കുന്ന സിമ്പൽ, കണ്ടീഷൻ ചെക്കിംഗ്. ഏത് സിമ്പിളാണ് വേണ്ടേ? റോംബസ്. യെസ്, ഇതാ ഒരു റോംബസ് വരയ്ക്കുന്നു. ആ റോംബസിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ബി. കണ്ടീഷനാണ് ആ റോംബസിനകത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ആക്ഷൻ, 2 എക്സിറ്റ് ഉണ്ടാവുമല്ലോ ഡിസിഷൻ ബോക്സിന്. ട്രൂ ആണെങ്കിൽ ഒരു ഫ്ലോ, ഫോൾസ് ആണെങ്കിൽ മറ്റൊരു ഫ്ലോ. എങ്ങനെ ചെയ്യാം? ഇതാ നോക്കിക്കോളൂ. ട്രൂ ആണെങ്കിൽ ദേ അങ്ങോട്ട് പോകുന്നു, റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. അവിടെ പ്രിൻ്റ് എ എന്ന സിമ്പൽ ഉപയോഗിച്ചു. ഇനി ഫോൾസ് ആണെങ്കിൽ ഇതാ നോക്കിക്കോളൂ. ഫോൾസ് ആണെങ്കിൽ എന്താ വേണ്ടേ? പ്രിൻ്റ് ബി. കഴിഞ്ഞില്ലേ? അപ്പോൾ പ്രിൻ്റ് ബി, അതിനുശേഷം എങ്ങോട്ടാണ് പോകണ്ടേ? സ്റ്റോപ്പ് ചെയ്യല്ലേ ചെയ്തത്. എൻഡ് ഓഫ് ഇഫിന് വേണ്ടി പ്രത്യേകിച്ച് സിമ്പലൊന്നുമില്ല. അത് ആ അൽഗോരിതം എഴുതുന്നതിൻ്റെ ഒരു ഫോർമാറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. പ്രിൻ്റ് ബിക്ക് ശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെന്ന് കരുതുക. പ്രിൻ്റ് എ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിക്കേണ്ടേ? എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്തിട്ട് എന്താ സംഭവിക്കേണ്ടേ? പ്രോഗ്രാം അവസാനിക്കണ്ടേ? നമ്മുടെ ഫ്ലോ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രിൻ്റ് എക്ക് ശേഷം എന്ത് എന്നുള്ളതിന് ഒരു ഉത്തരമില്ല. ഫ്ലോ കാണുന്നില്ല. അതിനുശേഷം എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യേണ്ടത് എന്ന് കാണുന്നില്ല. ഇത് നോക്കിക്കോളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പ്രിൻ്റ് എക്ക് ശേഷം ഒരു ആരോ മാർക്ക് കൊടുത്ത് സ്റ്റോപ്പിന് തൊട്ട് മുമ്പിൽ കൊണ്ട് മുട്ടിച്ചിരിക്കുന്നു. സ്റ്റോപ്പിലേക്കുള്ള ആരോ മാർക്കില്ലേ, അതിനകത്ത് കൊണ്ട് മുട്ടിച്ചിരിക്കുന്നു. ഫ്ലോ ചാർട്ടും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? നമുക്ക് ചില കാര്യങ്ങളൊന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഫ്ലോ ചാർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്റ്റാർട്ടിന് വേണ്ടി ഉപയോഗിച്ച സിമ്പൽ, എലിപ്സ് സിമ്പൽ. സ്റ്റാർട്ടിൽ നിന്നും എപ്പോഴും പുറത്തേക്കാണ് ഒരു ആരോ പോകുന്നത്. ഇതിനെ എക്സിറ്റ് ഫ്ലോ എന്ന് പറയും. സ്റ്റാർട്ട് എന്ന സിമ്പലിൽ നിന്നും പുറത്തേക്ക് ഒരു ആരോ പോകുന്നു, എക്സിറ്റ് ഫ്ലോ. എന്നാൽ സ്റ്റോപ്പിലേക്കോ? സ്റ്റോപ്പിലേക്ക് ഒരു ആരോ മാർക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്.
ഒരു ആരോ ലൈനിനെ തുടർന്നാണ് സ്റ്റോപ്പ് സിമ്പൽ വരുന്നത്. അതുകൊണ്ട് അതിനെ എൻട്രി ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ഓരോ ഫ്ലോ ചാർട്ട് സിമ്പലിനും ഒരു ഫ്ലോ കാണിച്ചേ പറ്റുള്ളൂ. ഇവിടെ സ്റ്റാർട്ടിന് എക്സിറ്റ് ഫ്ലോയും സ്റ്റോപ്പിന് എൻട്രി ഫ്ലോയും. ഈ രണ്ട് സിമ്പലിനെയും ചേർത്ത് പൊതുവിൽ ടെർമിനൽ സിമ്പിൾസ് എന്ന് പറയാറുണ്ട്. ടെർമിനൽ ഒരു അൽഗോരിതം തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആയതുകൊണ്ടാണ് ടെർമിനൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. ബാക്കി എന്തൊക്കെ സിമ്പിൾസ് ഉണ്ടായിരുന്നു? ഒരു എൻട്രി ഫ്ലോ, തുടർന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ബോക്സിൻ്റെ സിമ്പിൾ, ഒരു എക്സിറ്റ് ഫ്ലോ. അപ്പോൾ ഒരു പാരലോഗ്രാം വരയ്ക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിലേക്കൊരു എൻട്രിയും ഉണ്ടാകണം, ഒരു എക്സിറ്റും ഉണ്ടാകണം. ഇനി പ്രോസസ് ബോക്സ് ആണെങ്കിലോ അതിലേക്കും ഒരു എൻട്രി ഫ്ലോ ഉണ്ട്, ഒരു എക്സിറ്റ് ഫ്ലോയും ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സിമ്പലിനും പ്രോസസ് സിമ്പലിനും 1 എൻട്രി ആൻഡ് 1 എക്സിറ്റ് ഓർത്തോളാം. എൻട്രിയും ഉണ്ട്, എക്സിറ്റും ഉണ്ട്, ഓരോന്ന് വീതം. ഇനി ഒരെണ്ണം കൂടെയല്ലേ അവശേഷിക്കുന്നുള്ളൂ. എൻട്രി കാണിക്കുന്നുണ്ട്, ഡിസിഷനിലേക്ക് ഒരു എൻട്രി, മറ്റേതോ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഡിസിഷനിലേക്ക് എത്തുന്നു. ഡിസിഷനിലെത്തിക്കഴിഞ്ഞാൽ 2 എക്സിറ്റാണുള്ളത്, ട്രൂ എന്നൊരു എക്സിറ്റും ഫാൾസ് എന്നൊരു എക്സിറ്റും. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് മൂന്നാമതൊരു എക്സിറ്റ് കൂടി വരയ്ക്കും. അതിനുള്ളൊരു പോസിബിലിറ്റിയേ ഇല്ല. ബിക്കോസ് കണ്ടീഷൻസ് ഓൾവേസ് റിട്ടേൺ ട്രൂ ഓർ ഫാൾസ്. ഇതിനിടയിൽ ഒരു ഉത്തരമില്ല. അതുകൊണ്ട് ദർ വിൽ ബി ഓൺലി 2 എക്സിറ്റ്സ് ഫോർ എ ഡിസിഷൻ ബോക്സ്. അപ്പോൾ 1 എൻട്രിയും 2 എക്സിറ്റ് ഫ്ലോസുമുള്ള ഫ്ലോ ചാർട്ട് സിമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? എക്സാക്ട്ലി ഡിസിഷൻ ബോക്സ്. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോളുക. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണേണ്ടി വന്നാലോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് എഴുതിക്കോളൂ. ഇവിടെ 3 നമ്പേഴ്സാണ്. സോ വി ഹാവ് ടു ഇൻപുട്ട് ദോസ് നമ്പേഴ്സ്. സോ വി നീഡ് 3 വേരിയബിൾസ്. ഇൻപുട്ട് A, B, C. അതും എല്ലാവരും എഴുതി കാണും. അടുത്ത സ്റ്റെപ്പ് ചിലരൊക്കെ ഇങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത്. എ എന്ന നമ്പർ ബിയേക്കാളും സിയേക്കാളും വലുതാണെങ്കിലല്ലേ ലാർജസ്റ്റ് എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ എ എന്ന വേരിയബിളിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ A ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ C എന്ന ഒരു എക്സ്പ്രഷൻ എഴുതാൻ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നും. തെറ്റ്, അങ്ങനെ എഴുതരുത്. മാത്തമാറ്റിക്സിലൊക്കെ നമ്മളിങ്ങനെ പറയും A ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിളും ലെസ് ദാൻ സിമ്പിളുമൊക്കെ ഒന്നിലധികം ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്പ്രഷനൊക്കെ ഫ്രെയിം ചെയ്യും. പക്ഷേ ഇങ്ങനൊരു എക്സ്പ്രഷൻ കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയില്ല. അറ്റ് എ ടൈം 2 വാല്യൂസ് മാത്രമേ കമ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താ? A ഗ്രേറ്റർ ദാൻ B ആണോ എന്നും നോക്കണം, അത് സിയേക്കാളും ഗ്രേറ്റർ ആണോ എന്നും കൂടി നോക്കണം. പക്ഷേ എങ്കിലും ഈ രീതിയിലല്ല ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു മാർഗ്ഗം ആലോചിച്ച് നോക്കൂ. ഇതേ ലോജിക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. A ബിയേക്കാൾ വലുതാകണം, A സിയേക്കാൾ വലുതാകണം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയണം. ബിക്കോസ് ഞാൻ പറഞ്ഞു കമ്പാരിസൺ ഓപ്പറേഷൻ നടത്തുമ്പോൾ വി ക്യാൻ യൂസ് ഓൺലി 2 ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലേ പറയുക? ഇഫ് A ഗ്രേറ്റർ ദാൻ B ആൻഡ് A ഗ്രേറ്റർ ദാൻ C. കാര്യം നടന്നില്ലേ? A ബിയേക്കാൾ വലുതാണോ, A സിയേക്കാൾ വലുതാണോ? അങ്ങനെയാണെങ്കിൽ ദ ലാർജസ്റ്റ് നമ്പർ വിൽ ബി A. പ്രിൻ്റ് A കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ എൽസ് എഴുതും അല്ലേ? എൽസ് എഴുതിയിട്ട് അപ്പോൾ എയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി B ലാർജസ്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ ഏത് കണ്ടീഷനാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? യെസ്, നിങ്ങൾ പറയുന്നുണ്ട് ഇഫ് B ഗ്രേറ്റർ ദാൻ A ആൻഡ് B ഗ്രേറ്റർ ദാൻ C. ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എഴുതുന്നത് അല്ലേ? എൽസ്, ആ എൽസിന് ശേഷം മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എൽസിനോട് ചേർന്ന് ഇഫ് പറയാം. ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഫാൾസ് ആണ്. ഫാൾസ് ആകുമ്പോഴാണല്ലോ എൽസിൽ വരിക. ആ എൽസിൽ മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഏതാ? B ഗ്രേറ്റർ ദാൻ A ആൻഡ് B ഗ്രേറ്റർ ദാൻ C. ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. തെറ്റൊന്നുമല്ല കേട്ടോ. പക്ഷെ നമ്മുടെ അൽഗോരിതം ഒരു എഫിഷ്യൻറ്റ് അൽഗോരിതം ആകണമെങ്കിൽ കമ്പ്യൂട്ടറിന് പണി കുറച്ച് കൊടുക്കുക. കുറച്ച് സമയം കൊണ്ട് വളരെ കൃത്യമായ ഉത്തരങ്ങൾ തരുന്ന അൽഗോരിതമാണ് ബെസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കമ്പാരിസൺ നടത്തി. അത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. A ഗ്രേറ്റർ ദാൻ B ആൻഡ് A ഗ്രേറ്റർ ദാൻ C. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ A ബിയേക്കാൾ വലുതാണ്, A സിയേക്കാൾ വലുതാണ്. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ A ഈസ് ദ ലാർജസ്റ്റ്, സംശയമൊന്നുമില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആയാലോ? A ബിയേക്കാൾ വലുതാണ്, പക്ഷേ A സിയേക്കാൾ വലുതല്ല. A ലാർജസ്റ്റ് അല്ലല്ലോ, അത് തീരുമാനമായില്ലേ? ഏറ്റവും വലുത് A അല്ല എന്ന് ഉറപ്പിക്കാമല്ലോ. ഇനി A ബിയേക്കാൾ വലുതല്ല, പക്ഷേ A സിയേക്കാൾ വലുതാണ്. അപ്പോഴും ഉറപ്പിക്കാം A ഈസ് നോട്ട് ദ ലാർജസ്റ്റ്. അപ്പോൾ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് 3യിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫോൾസ് ആയാൽ, രണ്ടും ഫോൾസ് ആയ പിന്നെ പറയേണ്ട കാര്യം പോലും ഇല്ല. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡാം ഷുവർ ദാറ്റ് A ഈസ് നോട്ട് ദ ലാർജസ്റ്റ് നമ്പർ. ഏറ്റവും വലിയ നമ്പർ A അല്ല. പിന്നെ ആർക്കാ സാധ്യത? ബിയും സിയും. അവരെ മാത്രം കമ്പയർ ചെയ്താൽ പോരെ? പിന്നെ എന്തിനാ അതിനെ എയുമായിട്ടിട്ട് കമ്പയർ ചെയ്യുന്നത്?
ഇനി സാധ്യതയുള്ളത് ബിക്കും സിക്കും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ നമുക്ക് ചുരുക്കി എഴുതാം. ഇതേ നോക്കിയോളൂ, എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി എന്ന കണ്ടീഷൻ മാത്രം മതി. എ വലുതല്ലെങ്കിൽ പിന്നെ നോക്കേണ്ടത് ബി സിയേക്കാൾ വലുതാണോ, ആണെങ്കിൽ ആരാ വലുത്? കറക്റ്റ്. പ്രിന്റ് ബി കൊടുക്കാം, ബി ഈസ് ദ ലാർജസ്റ്റ്. ഇനി അതും ഫോൾസ് ആയാലോ? 2 സെറ്റ് കണ്ടീഷൻസ് കൊടുത്തു. ആദ്യത്തെ കേസ് എ ലാർജസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, എല്ലാം തീരുമാനമായി. അടുത്ത കണ്ടീഷൻ ബി ലാർജസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതും ഫോൾസ് ആണെങ്കിൽ പിന്നെ ഇനി ആർക്കാ പോസിബിലിറ്റി? സി ആയിരിക്കുമല്ലോ. ഇനി പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇഫ് സി ഗ്രേറ്റർ ദാൻ എ ആൻഡ് സി ഗ്രേറ്റർ ദാൻ ബി എന്നെല്ലാം പറയേണ്ട കാര്യമുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സി ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഇത്തരത്തിൽ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ്, കമ്പ്യൂട്ടർ നൽകുന്ന ജോബ്, അതിൻ്റെ ടാസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കണം. അപ്പോഴാണ് അത് നല്ലൊരു അൽഗോരിതമായി മാറുന്നത്. അപ്പോൾ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണാനുള്ള അൽഗോരിതം ഈ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതിലും മെച്ചപ്പെട്ട അൽഗോരിതം എഴുതാം. നിങ്ങളിൽ ചിലരുടെയെങ്കിലും മനസ്സിലത് വന്നു കാണും. നമുക്ക് നോക്കാം. ഞാൻ അടുത്തൊരു അൽഗോരിതം കൂടി കാണിക്കാം. ആ രീതിയിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഇവിടെ ഇപ്പോൾ 3 പ്രാവശ്യം പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചു. കണ്ടീഷൻസ് 3 എണ്ണം ഉണ്ടല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ സി, ബി ഗ്രേറ്റർ ദാൻ സി. ഇത്രയും നമ്മൾ ചെക്ക് ചെയ്തു. നോക്കാം വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന്. സെയിം പ്രോബ്ലം മറ്റൊരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോക്കിക്കോളൂ, ആസ് യൂഷ്വൽ സ്റ്റാർട്ട് കൊടുത്തു, ഇൻപുട്ട് എ കോമ ബി കോമ സി കൊടുത്തു. അടുത്ത് ചെയ്യുന്നത് എയും ബിയും തമ്മിൽ മാത്രം കമ്പയർ ചെയ്യുന്നു. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എയുടെ വാല്യൂവിനെ ഞാൻ തൽക്കാലത്തേക്ക് ബിഗ് എന്നങ്ങ് വിചാരിക്കുന്നു. 3 വാല്യൂസ് ഉണ്ട്, അതിൽ 2 പേരെ കമ്പയർ ചെയ്യുന്നു. ഇതിലൊന്നുകിൽ എ ലാർജ് ആകാം, അല്ലെങ്കിൽ ബി ആകാം വലിയ സംഖ്യ, അല്ലേ? 2 നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഐദർ എ ക്യാൻ ബി എ ലാർജർ നമ്പർ ഓർ ബി ക്യാൻ ബി എ ലാർജർ നമ്പർ. ഇതിൽ ആരാണ് ലാർജർ എങ്കിലും അയാളെ മറ്റൊരു ടെമ്പററി വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഞാനിവിടെ ബിഗ് എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് 3 to 6, 3 മുതൽ 6 വരെയുള്ള സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ബിഗ് എന്ന വേരിയബിളിൽ ആരുണ്ടാകും? ഐദർ എ ഓർ ബി. എയുടെ വാല്യൂവോ ബിയുടെ വാല്യൂവോ ബിഗിനകത്തുണ്ടാകില്ലേ? അതെങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? എയുടേത് കൊണ്ടിട്ട് കൊടുക്കണമോ ബിയുടേത് കൊണ്ടിട്ട് കൊടുക്കണമോ എന്ന്? എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എയുടെ വാല്യൂ ആണ് ഇതിനകത്തുണ്ടാവുക, അല്ലെങ്കിൽ ബിയുടെ വാല്യൂ ആയിരിക്കും ഇതിനകത്തുണ്ടാവുക. അപ്പോൾ 2 പേരിൽ ലാർജർ നമ്പർ ആരാണോ അയാളുടെ വാല്യൂ ബിഗിലുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനെപ്പറ്റി ലാർജസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഒരാളെ നമ്മൾ തൊട്ടിട്ടില്ല. ഈ ബിഗിലുള്ള വാല്യൂ എയിലുണ്ടായിരുന്നതോ ബിയിലുണ്ടായിരുന്നതോ ആയ വാല്യൂ ഇപ്പോൾ ബിഗിലുണ്ട്. ഈ ബിഗിലുള്ള വാല്യൂവിനേക്കാളും വലുതാണ് സി എങ്കിൽ മൂന്നാമതൊരാളുണ്ടല്ലോ, അയാൾ നമ്മളിപ്പോൾ ബിഗ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ഏതാ? എയിൽ നിന്ന് കിട്ടിയതോ ബിയിൽ നിന്ന് കിട്ടിയതോ ആയ ഒരു നമ്പർ, അതിനേക്കാൾ വലുതാണ് സി എങ്കിൽ സി ഈസ് ദ ലാർജസ്റ്റ്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ബിഗിനകത്തേക്ക് സിയുടെ വാല്യൂ പിടിച്ചിടുന്നു. ഈ ബിഗ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് വാല്യൂവിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വേരിയബിളാണ്. തുടക്കത്തിൽ എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്തു, അവരിൽ ആരാണോ വലുത് അയാളെ ഞാൻ ബിഗിനകത്ത് വെച്ചു. ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നമ്പറും ബിഗിനകത്തിരിക്കുന്ന ഈ നമ്പറും സിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സിയിലുള്ളതാണ് വലുതെങ്കിൽ ഞാൻ സിയുടെ വാല്യൂവിനെ പിടിച്ച് ഇതിനകത്തിടും, ഈ ബിഗിനകത്തിടും. അപ്പോൾ പഴയ നഷ്ടമാവുമല്ലോ. ഒരു വേരിയബിൾ അറ്റ് എ ടൈം ഒരു വാല്യൂ അല്ലേ ഹോൾഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ നഷ്ടമാവുന്നു, സിയുടെ വാല്യൂ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഇനി സിയുടെ വാല്യൂ ബിഗിനേക്കാൾ വലുതല്ലെങ്കിലോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ദേ എൽസ് പാർട്ട് കാണുന്നില്ല, അൽഗോരിതം കാണുന്നുണ്ടല്ലോ, അവിടെ ഞാൻ എൽസ് എഴുതിയിട്ടില്ല. അപ്പോൾ ബിഗിലുണ്ടായിരുന്ന വാല്യൂ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഈ 8ാമത്തെ സ്റ്റെപ്പ് കൂടി കഴിയുമ്പോൾ ബിഗിനകത്ത് എന്തുണ്ടാവും? ഈ 3 ഏതാണോ ലാർജസ്റ്റ് അത് ബിഗിലുണ്ടാവും. അതിനങ്ങ് പ്രിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരൊറ്റ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ആകെ 2 കണ്ടീഷൻസേ ചെക്ക് ചെയ്തുള്ളൂ. നേരത്തേനേക്കാളും സ്പീഡാവില്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ അൽഗോരിതത്തെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ക്ലിയർ ആണോ ലോജിക്ക്? എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അതിലാരാണോ വലുത് ബിഗിലെടുത്തു. സിയും ബിഗുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതിലാരാണോ വലുത് അതിനെ ഞാൻ ബിഗിൽ തന്നെ വയ്ക്കുന്നു. സി ആണ് വലുതെങ്കിൽ ഇതിലുള്ളതിനെ കളഞ്ഞിട്ട് പുതിയ സി പിടിച്ച് വയ്ക്കും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബിഗിനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദാറ്റ് വിൽ ബി ദി ബിഗ്ഗസ്റ്റ് വാല്യൂ, ലാർജസ്റ്റ് വാല്യൂ. ക്ലിയർ? ഫ്ലോ ചാർട്ട് വരച്ച് നോക്കൂ. ഇങ്ങനെയല്ലേ എൻ്റെ ഫ്ലോ ചാർട്ട് വരിക? സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ഇൻപുട്ട് എ കോമ ബി കോമ സി. അടുത്തെന്താ? ഡിസിഷൻ മേക്കിംഗ്. എയും ബിയുമായിട്ട് മാത്രമല്ലേ കമ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ബിഗ് ഈക്വൽസ് എ എന്ന സിമ്പിൾ കൊടുത്തു, ഫോൾസ് ആണെങ്കിൽ ബിഗ് ഈക്വൽസ് ബി. അപ്പോൾ സ്റ്റെപ്പ് 4 to 7 അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം ബിഗിൽ ഏതെങ്കിലും ഒരു വാല്യൂ വന്നു കഴിഞ്ഞു. ഇതിന് ശേഷം എന്താ ചെയ്യുന്നത്? അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആരൊക്കെയായിട്ട്? സിയും ബിഗുമായിട്ട്. ദേ അവിടെ ഞാൻ കണക്ഷൻ കൊടുത്തു. ബിഗിൽ എ വന്നു കഴിഞ്ഞാലും അടുത്ത് എങ്ങോട്ടാണ് വരേണ്ടേ? സിയുമായിട്ടുള്ള കമ്പാരിസൺ നടക്കണ്ടേ? അപ്പോൾ
ബിഗിനകത്ത് എ എന്ന വാല്യൂ സ്റ്റോർ ചെയ്തതിന് ശേഷവും എവിടെ വരണം? സി ഗ്രേറ്റർ ദാൻ ബിഗ് ആണോ എന്ന കണ്ടീഷനിലേക്കാണ് നമ്മൾ വരുന്നത്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബിഗിലേക്ക് സി സ്റ്റോർ ചെയ്യുന്നു. ഫാൾസ് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. ട്രൂ ആണെങ്കിലും ബിഗിനകത്തേക്ക് സി എന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് ബിഗ് പ്രിൻറ്റ് ചെയ്യുന്നു അല്ലേ? സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ബിഗിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ കണക്ഷൻസ് ഇവിടെ ഓർത്തോളണം. ബിഗ് ഈക്വൽസ് എ എന്ന ആ പ്രോസസ് ബോക്സിന് ശേഷം ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നതും ബിഗ് ഈക്വൽസ് സി അതിനുശേഷം ആരോ ആ ഫ്ലോ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? ഇതേ ഫ്ലോ ചാർട്ട് നിങ്ങളിൽ ചിലരെങ്കിലും വരയ്ക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. ഞാനത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഫ്ലോ ചാർട്ടാണ്. ഞാൻ നിങ്ങളിൽ ചിലരെങ്കിലും വരയ്ക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഫ്ലോ ചാർട്ട് ഇവിടെ കാണിക്കുകയാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാൻ അവിടെ ഒരാളിനെ കൊണ്ട് ചൂണ്ടി കാണിക്കുന്നുണ്ട്. ബിഗ് ഈക്വൽ സി, ഇതിന് ശേഷം നിങ്ങൾ ഫ്ലോ ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിച്ചേക്കും. ബിഗ് ഈക്വൽ സിക്ക് ശേഷം പ്രിൻ്റ് ബിഗ് ആണല്ലോ വരേണ്ടത്. അപ്പോൾ പ്രിൻ്റ് ബിഗ് എന്ന സിമ്പലിൽ കൊണ്ട് നേരിട്ട് ആരോ മാർക്ക് കണക്ട് ചെയ്തേക്കാം. അതത്ര സുഖകരമായ രീതിയല്ല. ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ. നല്ലൊരു ഫ്ലോ ചാർട്ടായിട്ട് അതിനെ കണക്കാക്കില്ല. തിയറട്ടിക്കലി തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ ബിഗ് എന്നത് പാരലോഗ്രാമാണ്. ഒരു എൻട്രിയും ഒരു എക്സിറ്റും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗറിൽ 2 എൻട്രി കാണുന്നില്ലേ? ബിഗ് ഗ്രേറ്റർ ദാൻ സി എന്ന ഡിസിഷൻ ബോക്സിന് ശേഷം ഒരു എൻട്രി വന്ന് വീഴുന്നു. അതിനുശേഷമുള്ള ബിഗ് ഈക്വൽ സി അതിനുശേഷവും ഒരു എൻട്രി വന്ന് വീഴുന്നു. അതത്ര നല്ല ശീലമല്ല. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോലെ കണ്ടില്ലേ? അവിടെ ഞാൻ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റൈൽ. ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ഉപയോഗിക്കാൻ കാര്യം ഇച്ചിരി ലെങ്തി ഫ്ലോ ചാർട്ട്സ് ഒക്കെ വന്നാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് എന്നൊരു ധാരണ കിട്ടാൻ കൂടി വേണ്ടിയാണ്. ആ കണക്ടേഴ്സിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാം. ഇൻപുട്ട് എ ഡേ നമ്പർ ആൻഡ് ഡിസ്പ്ലേ ദി ഡേ നെയിം. ഒരു ഡേ നമ്പർ ഉദ്ദേശിക്കുന്നത് ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം. അതിൽ 1 to 7 വരെയുള്ള ഏതെങ്കിലും നമ്പർ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ നെയിം കമ്പ്യൂട്ടറിനെ കൊണ്ട് പറയിക്കണം. ഇതാണ് പ്രോബ്ലം. ഒന്നുകൂടി പറയാം. ഞാൻ 1 എന്ന് അങ്ങോട്ട് കൊടുത്താൽ കമ്പ്യൂട്ടറിൻ്റെ ഉത്തരം കിട്ടേണ്ടത് സൺഡേ. 2 എന്ന് കൊടുത്താൽ മൺഡേ. അങ്ങനെ ഏത് നമ്പറാണോ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ നെയിം കിട്ടണം. 8 കൊടുത്താലോ സൺഡേ ആണോ? കറങ്ങി വീണ്ടും സൺഡേ വരുമെന്നാണോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ. 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരേണ്ടത് ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ഇൻവാലിഡ് ഡേറ്റ, തെറ്റായ ഡേറ്റയാണ് തന്നിരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ 1 to 7 വരെയുള്ള ഏതെങ്കിലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ നെയിം വരണം. ഇതല്ലാതെ മറ്റെന്ത് കൊടുത്താലും, വേറെ ഏത് നമ്പർ കൊടുത്താലും ഇൻവാലിഡ് ഡേറ്റ എന്നെഴുതി കാണിക്കണം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇവിടെ പലർക്കും സംശയം വരും, എത്ര ഇൻപുട്ടുണ്ട്? ചിലർ പറയുന്നുണ്ട് 7 എന്നും. 7 ഇൻപുട്ടിനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ നൽകുന്നത് ഒരൊറ്റ നമ്പറേ കൊടുക്കുകയുള്ളൂ. ഓർത്തോളണം, കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളതാണ്. പലരും 7 വേരിയബിൾസ് എഴുതി വയ്ക്കും. എല്ലാവരുടെയും ധാരണ എന്താ? 7 നമ്പർ കൊടുക്കണമല്ലോ. അതല്ല പ്രോബ്ലം ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു നമ്പർ കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ നെയിം കാണിക്കുക. 1 മുതൽ 7 വരെയുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒരെണ്ണമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഏത് ദിവസത്തെയാണോ സൂചിപ്പിക്കുന്നത് ആ ദിവസത്തിൻ്റെ പേര് വേണം കാണിക്കാനായിട്ട്. അപ്പോൾ എത്ര ഇൻപുട്ടുണ്ട്? 1. ഉറപ്പിക്കണേ. അൽഗോരിതം എഴുതി തുടങ്ങാം. ഇനി സ്റ്റാർട്ട് കൊടുത്തു, ഇൻപുട്ട് n. ഇത്തവണ ഞാൻ n എന്നൊരു വേരിയബിൾ കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എഴുതുക അല്ലേ? ഇഫ് n ഈക്വൽസ് 1 പ്രിൻറ്റ് സൺ. പ്രോഗ്രാം അൽഗോരിതം ലെങ്തി ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഫോർമാറ്റിൽ ചെറിയ കോമ്പാക്ട്നെസ് വരുത്താം. ഇത് ഇപ്പോൾ എഴുതിയിരിക്കുന്ന രീതിയിൽ ഞാനിവിടെ then അങ്ങ് ഒഴിവാക്കിയിരിക്കുന്നു. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇഫ് n ഈക്വൽസ് 1 പ്രിൻറ്റ് സൺ. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മളൊരു നമ്പർ കൊടുക്കുമല്ലോ, അത് 1 ആണെങ്കിൽ സൺഡേ ഞാനിവിടെ ചുരുക്കി എഴുതിയെന്നേ ഉള്ളേ, സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എൽസ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റൊരു ദിവസമാണോ എന്ന് ചെക്ക് ചെയ്യണം. 1 ആണെങ്കിലല്ലേ സൺഡേ എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 2 ആണോ എന്ന് നോക്കണം. അപ്പോൾ വീണ്ടും ഇഫ് വരും. എൽസ് ഇഫ് n ഈക്വൽസ് 2. എന്നിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ എന്നാൽ പിന്നെ എന്നിൻ്റെ വാല്യൂ 2 ആണോ എന്ന് നോക്കൂ. 2 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടേ? പ്രിൻറ്റ് മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇനി കിട്ടിയല്ലേ? അടുത്ത് നിങ്ങൾ എഴുതി കാണും. എൽസ് ഇഫ് n ഈക്വൽസ് 3 പ്രിൻറ്റ് ട്യൂസ്ഡേ. എൽസ് ഇഫ് n ഈക്വൽസ് 4. അങ്ങനെ ദേ ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. n ഈക്വൽസ് 7 വരെ എഴുതിയല്ലോ.
അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 മുതൽ 7 വരെ ഏത് കൊടുത്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കും, ആ ഡേ നെയിം പ്രിൻ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ, ഈ വാല്യൂസ് ഒന്നും അല്ലെങ്കിൽ അതിനൊരു എൽസ് എഴുതാം. അവിടെ പിന്നെ ഇഫ് വേണോ? എൽസ് എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റെപ്പ് 3 മുതൽ സ്റ്റെപ്പ് 9 വരെയുള്ള എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആയാൽ എങ്ങോട്ട് വരാൻ പറയുന്നു? സ്റ്റെപ്പ് 10 എൽസ് പ്രിൻ്റ് ഇൻവാലിഡ്. അതിനുശേഷം ആ ഇഫിൻ്റെ പ്രോസസ്സ് അവസാനിപ്പിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ചോദിക്കാം, സാറേ എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഓക്കെ, എൻ 2 ആണ്, മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യും, അതിനുശേഷം തൊട്ടടുത്ത് ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്യുമോ? ഇല്ല. എൽസ് ഇഫ് എൻ ഈക്വൽസ് ടു, അതിനുശേഷം ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു എൽസ് അല്ലേ കാണുന്നത്. ആ കണ്ടീഷൻ ഫോൾസ് ആയാൽ അല്ലേ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ എടുക്കുന്നു, ബാക്കി എല്ലാം സ്കിപ്പ് ചെയ്യുന്നു. എൽസ് ഇഫ് ഉപയോഗിച്ച് ചെയ്തതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണത്. ഇനി എല്ലാം സെപ്പറേറ്റ് ഇഫ് ഉപയോഗിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ കണ്ടീഷനും ചെക്ക് ചെയ്തേനെ, എങ്കിലും ഉത്തരം തെറ്റത്തൊന്നുമില്ല കേട്ടോ. ഈ എൽസ് മാറ്റിയിട്ടെ ഇഫ് എൻ ഈക്വൽസ് 1 പ്രിന്റ് സൺ, ഇഫ് എൻ ഈക്വൽസ് 2 പ്രിന്റ് മൺ, ഇഫ് എൻ ഈക്വൽസ് 3 പ്രിന്റ് 2, അങ്ങനെ എല്ലാം ഇഫ് ഉപയോഗിച്ച് പറയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്നത് കമ്പ്യൂട്ടർ എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണമേ ട്രൂ ആവുള്ളൂ, അതുകൊണ്ട് ആക്ഷൻ കറക്റ്റ് ആയിരിക്കും. പക്ഷേ വെറുതെ കമ്പ്യൂട്ടറിൻ്റെ സമയം വേസ്റ്റാക്കി കളയുന്നു. നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യം വല്ലതുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടതെങ്കിൽ എൽസിഫ് എന്ന ആ കോൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യണം. ഇഫ് എൽസിഫ് 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 അങ്ങനെ പറഞ്ഞു പോവുക. മൾട്ടി ബ്രാഞ്ചിങ് എന്നൊക്കെ പറയും. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ആക്ഷൻ, അത് ഫോൾസ് ആണെങ്കിൽ മറ്റൊരു കണ്ടീഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു ആക്ഷൻ, അത് ഫോൾസ് ആണെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ, അതും ഫോൾസ് ആണെങ്കിൽ, ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. വരച്ച് തുടങ്ങാൻ പ്രയാസമൊന്നുമില്ല. അതേ നിങ്ങൾ ഇൻപുട്ട് ചെയ്തു, അതിനുശേഷം ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എൻ ഈക്വൽസ് 1 ട്രൂ ആണെങ്കിൽ പ്രിന്റ് സൺ, ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ. ഇങ്ങനെ ആയിരിക്കും വരച്ച് പോകുന്നത് അല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് എനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞത്, ഈ ഒരു പേജിൽ വരയ്ക്കാൻ കഴിഞ്ഞത് എൻ ഈക്വൽസ് 4 വരെ വരയ്ക്കാൻ കഴിഞ്ഞു. ഇനി ഈ പ്രിന്റ് സൺ, സൺഡേ പ്രിൻ്റ് ചെയ്തിട്ട് അതിനുശേഷം എങ്ങോട്ടാണ് പോകേണ്ടത്? സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങോട്ടേക്കൊരു ലൈൻ ദേ വരച്ച് ഞാൻ തുടങ്ങുകയാണ്. കണ്ടില്ലേ? ഇവിടെ സ്റ്റോപ്പൊന്നും എനിക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല. എന്തായാലും എല്ലാത്തിനും കണക്ഷൻ കൊടുത്തു. ഇനി ഈ പേജിൽ എനിക്ക് വരയ്ക്കാൻ സ്ഥലമില്ല. അപ്പോഴാണല്ലോ കണക്റ്റേഴ്സ് കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ച് കണ്ടോളൂ. ദേ ഞാൻ അവിടെ ഒരു കണക്ടർ ഇട്ടു. എൻ ഈക്വൽസ് 4 എന്ന കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ എ എന്ന ഒരു കണക്ടറിലേക്ക് പോകുന്നു. വലതുവശത്ത് മറ്റൊരു കണക്ടറും കൊടുത്തു, ബി എന്നൊരു കണക്ടറും. ഇതിൻ്റെ ബാക്കി അടുത്ത പേജിൽ വരയ്ക്കുകയാണ്. ഇതാ നോക്കിക്കോളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫ്ലോ ചാർട്ടിൻ്റെ ഒരു ഭാഗം. ഇതിൻ്റെ ബാക്കി, എയുടെ ബാക്കി വരയ്ക്കണ്ടേ? ഇതാ നോക്കിക്കോളൂ. എയുടെ ബാക്കി വരയ്ക്കുമ്പോൾ അത് തുടങ്ങുന്നത് എ എന്ന ലേബലിൽ തന്നെയായിരിക്കണം, എ എന്ന കണക്ടർ ഉപയോഗിച്ച് തന്നെയായിരിക്കണം തുടങ്ങേണ്ടത്. ഇതാ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിയുടെ കണക്ഷൻ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുന്നു, ബിയും സ്റ്റാർട്ട് ചെയ്യുന്നു. എയിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? അടുത്ത കണ്ടീഷൻ കണ്ടില്ലേ? എൻ ഈക്വൽസ് 5 അങ്ങനെ പോകുന്നു. ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ എയുടെ തുടർച്ചയായിട്ട് ആ അൽഗോരിതത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇൻവാലിഡും പറഞ്ഞു, സ്റ്റോപ്പും ചെയ്തു. ഇതേ കണ്ടോ ബി വരുന്നത്? ബിയിലേക്കുള്ള കണക്ഷനും ഇങ്ങനെ വരികയാണ്. ക്ലിയർ? അപ്പോൾ മൾട്ടി ബ്രാഞ്ചിങ് ഉൾപ്പെടെയുള്ള സെലക്ഷൻ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ചില പ്രോബ്ലംസിലൂടെ. ഇനി നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റാണ്. അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യണം. ടു ഇൻപുട്ട് എ നോൺ സീറോ നമ്പർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സീറോ അല്ലാത്തൊരു നമ്പർ കൊടുക്കണം, കമ്പ്യൂട്ടറിനെ കൊണ്ട് പറയിക്കണം അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. അടുത്ത് ടു ഇൻപുട്ട് എ നമ്പർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് ഈവൻ ഓർ ഓഡ്. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു നമ്പർ കൊടുക്കുന്നു, ഒന്നുകിൽ അത് ഈവൻ ആയിരിക്കാം അല്ലെങ്കിൽ ഓഡ് ആയിരിക്കാം, അതെന്താണെന്ന് പറയണം. മറ്റൊന്ന് 8ാമത്തെ ചോദ്യം, അത് കമ്പ്യൂട്ടർ സയൻസുകാർ മാത്രം ചെയ്താൽ മതി കേട്ടോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർ ചെയ്യണമെന്നില്ല. ടു ഫൈൻഡ് ദി റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ദ്വിമാന സമവാക്യം അല്ലേ? ax² + bx + c = 0. അവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവയുടെ റൂട്ട്സ് കാണാൻ സാധിക്കും. റൂട്ട് കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം എഴുതുക. മറ്റൊന്ന് ഇൻപുട്ട് 3 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് നമ്പേഴ്സ്. 3 നമ്പർ കൊടുത്തിട്ട് ലാർജസ്റ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇവിടെ ലാർജസ്റ്റും കണ്ടുപിടിക്കണം, സ്മോളസ്റ്റും കണ്ടുപിടിക്കണം, അവ തമ്മിലുള്ള ഡിഫറൻസും കണ്ടുപിടിക്കണം. അല്പം കോംപ്ലക്സിറ്റി കൂട്ടുകയാണ് ഞാൻ. പ്രാക്ടീസ് ചെയ്യണം ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ അൽഗോരിതംസ് മടി കൂടാതെ എഴുതി അതിൻ്റെ ഫ്ലോ ചാർട്ട്സും വരച്ച് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.